അങ്ങേ അറ്റത്തെ അർത്ഥമാണ് ഉള്ളത് എന്നും തിരിച്ചറിയുന്ന ആളുകൾ എത്രയുണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ സാഹിത്യത്തിന് ഒരുപാട് ആളുകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഉള്ള ആളുകള് അക്ഷരത്തെ മുറുക്കെ പിടിക്കുന്നവരാണ്. ചില ഉപന്യാസങ്ങൾ കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ വ്യക്തമാക്കാൻ സാധിക്കും. ചിലത് കഥകൾ കൊണ്ടായിരിക്കും, ചില കവിത കൊണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു നിമിഷ നേരത്തെ മൗനം കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഒരു ഉപന്യാസത്തെ രേഖപ്പെടുത്തുക. ഭാഷ അങ്ങനെയാണ് സഞ്ചരിക്കുന്നത്. വാക്കിൽ നിന്ന് അർത്ഥത്തിലേക്ക് ഉള്ള ദൂരമാണ് ഭാഷ എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിൽ 6000-ഓളം ഭാഷകളാണ് അവശേഷിക്കുന്നത്. ഈ 6000-ഓളം ഭാഷകൾ അവശേഷിക്കുന്നതിൽ ഈ നൂറ്റാണ്ട് അവസാനിക്കുന്നതോടുകൂടി 2000 ഭാഷകൾ മാത്രമേ നിലനിൽക്കൂ എന്നാണ് സ്ഥിതി വിവര കണക്കുകൾ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നു? ഭാഷകൾ കൈമോശം വരുന്നു. ചില നാട്ടുഭാഷകൾ, ഗ്രാമ്യ ഭാഷകളൊക്കെ ഇല്ലാതെയായി വരുന്നു. ഇത് ഇല്ലാതെയായി വരുമ്പോൾ നമുക്ക് തോന്നും അങ്ങനെ നിസ്സാര സംഗതിയാണ്, എന്താ ഒരു ഭാഷയില്ലെങ്കിൽ നമുക്ക് തോന്നും. പക്ഷെ ചില ഭാഷകൾ നമ്മൾ ഉപയോഗിക്കാൻ ലിപി ഉണ്ടാവും, ലിപി ഇല്ലാതിരിക്കും. പക്ഷെ ഈ ഭാഷകളുടെ വരവും പോക്കും കൃത്യമായി കണക്കിലെടുക്കണമെങ്കിൽ നമ്മുടെ ഉള്ളു തുറന്ന സമീപനം ആവശ്യമാണ്. അവിടെയാണ് ഭാഷയുടെ വളർച്ചയുണ്ടാകുന്നത്. ഈ ഉപയോഗം കൊണ്ട് സാധാരണ ഒരു നാട്ടിൻപുറത്തെ ഒരു ഭാഷയുണ്ട്, ഇരുമ്പും വിദ്യയും ഇരിക്കെ കെടുമെന്നാണ്. ഇരിക്കെ കെടുമെന്ന് പറഞ്ഞാല് ഉപയോഗത്തിലിരിക്കാത്ത ഇരുമ്പ് എന്ന് പറഞ്ഞാൽ പണിയായുധങ്ങൾ, കൈക്കോട്ടാവട്ടെ, തൂമ്പ, മൺവെട്ടി എന്തോ ആവട്ടെ, ഉപയോഗിക്കാതിരുന്നാൽ തുരുമ്പ് പിടിക്കും, യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഭാഷ, അക്ഷരങ്ങൾ നമ്മൾ ഉപയോഗിക്കാതിരുന്നാൽ മറന്നുപോകും. അങ്ങനെ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലോ പഠിച്ച ചില പദ്യങ്ങൾ, തൂകുന്ന തൂമരങ്ങൾ തോളും തോളും ഒരുമി, അത് ഇപ്പോഴും നമ്മൾ ഓർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇടയ്ക്കൊക്കെ നമ്മുടെ ഓർമ്മയുടെ ആ താളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മെനക്കെട്ട് വരുന്ന വാക്കുകളായതുകൊണ്ടാണ്. ഒരു കുട്ടിയും അമ്മയും തമ്മിൽ സംവാദം നടത്തുന്ന സമയത്ത്, ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. കുട്ടി, നിനക്ക് കുറച്ച് തെറ്റി, അങ്ങനെയല്ല, അത് പൂമ്പാറ്റകളല്ലേ എന്ന് ചോദിച്ചാൽ അവിടെയാണ് തെറ്റ് തിരുത്തി കൊടുക്കാൻ ഒരു അമ്മ കുട്ടിയുടെ കൂടെ നിൽക്കുന്നത്. ഇന്ന് തെറ്റുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. തെറ്റുകൾ വർദ്ധിക്കുന്ന ഞാൻ പറയുമ്പോൾ അത് തെറ്റായ രീതിയിൽ ആരും വ്യാഖ്യാനിക്കുന്നതിന്റെ ദയവായ അഭ്യർത്ഥനയുണ്ട്. കാരണം തെറ്റും ശരിയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലമാണ്. നേരും നുണയും തിരിച്ചറിയാൻ ആരാലുമാവാത്ത ഒരു ലോകത്തിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോ അക്ഷരത്തിന്റെ സൗകുമാര്യം, അക്ഷരത്തിന്റെ ആ ഒരു മിനുസം, ആ ഒരു പ്രസരിപ്പ് കൊണ്ടു നടക്കാനാണ് ശ്രീ തത്തമ്പള്ളി ഇവിടെ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു കൃതി പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞിട്ട് ഇതാ ഇവിടെ അന്യനാട്ടിൽ പ്രകാശിതമാവാൻ പോവുകയാണ്. ഇവിടെയുമുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ. ഇതിൽ വളരെ മഹത്തായ കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അദ്ദേഹം നേരത്തെ ഞാൻ സംസാരിച്ച ഒരു സാധാരണ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു, ഗുരു വന്ദനമുണ്ട്, ഗുരുക്കളെ ആദരിക്കുന്നുണ്ട്. ഇതാണ് ഏറ്റവും ജീവിതത്തെ ധന്യമാക്കുന്ന ഒരു നിമിഷം. അതാണ് തനിക്ക് അക്ഷരം തന്ന, പകർന്നു തന്ന ആ വെളിച്ചത്തെ, ആ കൈ ഞാനൊന്ന് അനുഗ്രഹം വാങ്ങാൻ വേണ്ടി വിനിയോഗിക്കുന്നു എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ നൈർമല്യമാണ്. ഇംഗ്ലീഷിൽ ഈ പുസ്തകത്തിലുണ്ട് ഗുരു എന്ന, the one who knows the length of the shadows that fell on the paths, one who does tapasya in the shadow of tree or truth and burns himself. ഓക്കെ, എത്ര അർത്ഥസമ്പുഷ്ടമായ വരികളാണത്. ആരാണ് ഗുരു എന്നുള്ളതാണ്. ആരാണ് ഗുരു എന്ന് പണ്ടും പല ആളുകളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആരാണെന്ന്, എന്നെ ഞാനാക്കാൻ അനുവാദവും നൽകിയിട്ട് എന്നിലെ എന്നെ കാണാൻ ആശീർവാദവും തന്ന് എന്നിലെ എന്നെ പോക്കാനുള്ള കൽപ്പന തന്നിട്ട് എന്നടുത്തുണ്ടാകണം എപ്പോഴും മഹാപ്രഭോ എന്ന് ഈശ്വരനോടോ ഗുരുവിനോടോ അഭ്യർത്ഥിക്കുന്ന അവസ്ഥയുണ്ട്. അത് തന്നിലുള്ള മോശപ്പെട്ട അവസ്ഥയുണ്ടെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യാനും നല്ല വെളിച്ചം കൊണ്ടുതരാനുമുള്ള ഒരു അഭ്യർത്ഥനയാണത്. ഒരു സാഷ്ടാംഗ നമസ്കാരമാണത്. അങ്ങനെയാണ് ഗുരുവിനെ അദ്ദേഹം കവിയുടെ കാണുന്നത്. കവി ഗുരുവിനെ കാണുന്നത് മാത്രമല്ല, മഴയെ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ദ പോയം ആൻഡ് ദ പോയറ്റ്, അല്ലെങ്കിൽ ദ പോയറ്റ് ആൻഡ് ദ പോയം എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. ഇതിൽ ഒരു നിമിഷം കവിയാവുകയും അതേ നിമിഷം തന്നെ കവിതയായും മാറുന്ന ചില അസുലഭ നിമിഷങ്ങളുണ്ട്. ഇവിടെ അങ്ങനെ കവി കവിതയാവുകയും കവിത കവിയാവുകയും ചെയ്യാം. എഴുത്തച്ഛന്റെ വരിയുണ്ട്,
ആനന്ദ ചിന്മയഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിക തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി എന്ന് പറഞ്ഞാൽ അതും ഇതും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഞാൻ തന്നെയാണ് മറ്റത്. അയാളുടെ വേദന എന്റേതാണ്. ഞാൻ ഭക്ഷണം കഴിച്ചാൽ അദ്ദേഹത്തിനും കൊടുക്കണം, അല്ലെങ്കിൽ അദ്ദേഹം വിശന്നിരിക്കുന്ന സമയത്ത് എനിക്ക് ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങിപ്പോകില്ല എന്ന ഒരു പരദുഃഖ വിവേകം, പരക്ലേശ വിവേകം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് കവിയുടെ വളരെ അത്യന്താപേക്ഷിതമായ ഗുണങ്ങളിൽ ഒന്നാണ്. ആ ഒരു ഗുണം വെച്ച് പുലർത്താൻ കഴിയുന്ന ശ്രീ ഫിലിപ്പോസിന് കവിത വെറും ഒരു നേരം പോക്കല്ല, അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് കവിത. ഭക്ഷണം എന്ന് പറയുന്നത്, വിശപ്പ് എന്ന് പറയുന്ന കാര്യത്തില് അങ്ങനെ ഞാൻ എണ്ണി പറയാൻ മെനക്കെട്ട് കഴിഞ്ഞാൽ ഒരുപാട് സമയം ഞാൻ അതിന് വിനിയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് ഒന്നും കടക്കുന്നില്ല. കാര്യം എന്തിനോടാണോ നമുക്ക് പ്രണയം ഉണ്ടാകുന്നത് അത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കും. അതുകൊണ്ടാണ് കുട്ടികളെ സ്നേഹിക്കുന്നത്. കുട്ടികളുടെ കളിതിരി വർത്തമാനങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും തളം കെട്ടി നിൽക്കുന്നത് അവരോടുള്ള പ്രണയം കൊണ്ടാണ്, അവരോടുള്ള ഇഷ്ടം കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ്. അങ്ങനെയാണ് കുട്ടികൾ ഒന്ന് ചോദിക്കുമ്പോൾ 9 വാങ്ങിക്കൊടുക്കുന്ന വർത്തമാനകാലം. മുമ്പ് അങ്ങനെയല്ല. കുട്ടി എത്രയോ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയോ അച്ഛനോ 1 കൊടുക്കും. അച്ഛനോട് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യക്കുറവ് കുട്ടിക്കുണ്ടായിരുന്നു. കുട്ടി അമ്മയോട് ചട്ടം കെട്ടിയിട്ടാണ് എന്തെങ്കിലും ഒന്ന് വാങ്ങുക. ആ കാലം മാറി. ഇന്ന് അച്ഛനോട് നേരിട്ട് കുട്ടി ചോദിക്കുകയും 1 ചോദിച്ചാൽ 9 വാങ്ങിക്കൊടുക്കുകയും ചെയ്യുക. പോരാത്തതെന്തിനും വേണമെന്ന് അങ്ങോട്ട് ചോദിക്കുന്ന ഈ ഒരു കാലത്തിൽ നിന്നുകൊണ്ടാണ് കവി വിശപ്പിനെ പറ്റി പറയുന്നത്, വിശപ്പിന്റെ വർത്തമാനത്തെ പറ്റി സംസാരിക്കുന്നത്. സപ്പർ എന്ന് പറയുന്ന ഒരു കവിത അതിമനോഹരമാണ്. ഈ കവിത സപ്പർ ഹാസ് മെനി മീനിങ്സ്. ഒരുപാട് അർത്ഥതലമുള്ള സപ്പറിന് ദ വൺ ഹു സ്ലീപ്സ് വിത്ത് എംപ്റ്റി സ്റ്റൊമക് ഡ്രീംസ് ഓഫ് ഫുഡ് ലെഫ്റ്റ് ഓവർ ഇൻ ദ പ്ലേറ്റ്. പ്ലേറ്റിൽ അല്ലെങ്കിൽ തട്ടിൽ ബാക്കി വച്ചിരിക്കുന്ന അന്നത്തിന് വേണ്ടിയിട്ട് പിടിവലി കൂടുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് തെരുവിൽ. ബാംഗ്ലൂർ നഗരത്തിൽ ചെന്ന സമയത്ത് ഞാൻ കണ്ടു. വേസ്റ്റ് ബിന്നിൽ ഇട്ടിരിക്കുന്ന ഭക്ഷണത്തിന്റെ ബാക്കിക്ക് വേണ്ടിയിട്ട് കുട്ടി പിച്ച തണ്ടുന്ന കുട്ടി തീവണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊണ്ട് വലത് കൈകൊണ്ടും ഇടത് കൈകൊണ്ടും പട്ടിയുടെ അടുത്തുനിന്ന് പിടിവലി കൂടിയിട്ട് എച്ചിലലയ്ക്ക് തല്ലുകൂടുന്നത് കണ്ടപ്പോ സങ്കടം തോന്നി. അപ്പൊ മഹാകവി ജി ശങ്കരക്കുറുപ്പ് എഴുതിയ വരി എനിക്ക് ഓർമ്മ വന്നു. നാണമില്ലേ സമുദായമേ നിന്റെയാണവൻ. സമുദായമേ, ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ നീ മുദ്രാവാക്യം വിളിച്ച് നടക്കുന്നില്ലേ, നിന്റെ പുത്രനാണത് ആ തെരുവിൽ കടന്ന് അലയുന്നത് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി എന്നുള്ള വാക്കുകൾ എനിക്ക് ഓർമ്മ തന്നു. ഇതാണ് ഇതിന്റെ ഒരു നാനാർത്ഥ രൂപം. സപ്പർ ഹാസ് മെനി മീനിങ്സ്. ഡ്രീംസ് ഹു സ്ലീപ്സ് വിത്ത് എംപ്റ്റി സ്റ്റൊമക് ഡ്രീംസ് ഓഫ് ഫുഡ് ലെഫ്റ്റ് ഓവർ ഇൻ ദ പ്ലേറ്റ്. ലോകത്തിൽ എത്രയോ കോടി ജനങ്ങളാണ് പട്ടിണി കിടക്കുന്നത്, ഭക്ഷണത്തില്ല. ഇന്ന് നമ്മളെ ഈ ലോകത്തില് ഭക്ഷണം എത്രയോ ഉണ്ടാക്കിയിട്ട് കഴിച്ച് ബാക്കി മുഴുവൻ ചുരുട്ടി വലിച്ചെറിയുകയാണ്. എവിടെയൊക്കെ ചെല്ലുന്ന സമയത്ത് കാണാം. എനിക്കറിയാം, പ്രത്യേകിച്ച് ഞാൻ മലപ്പുറം ജില്ലയിലൊക്കെ ആ നാട്ടുകാരായോട് കുറ്റം പറയുന്നതല്ല, മറിച്ച് ഭക്ഷണം എത്രയൊക്കെയോ വേസ്റ്റായി പോകുന്നു എന്ന് ഓരോ പ്രസംഗത്തിലും ആളുകൾ വന്ന് പറഞ്ഞു പോകുന്നു. എവിടേക്കാണ് നമ്മൾ എത്തുന്നത്? നമുക്ക് എല്ലാം ഉണ്ട്. ഗാന്ധിജി പറഞ്ഞതുപോലെ എല്ലാം ഉണ്ട് ഈ ലോകത്തിൽ, ആവശ്യത്തിനുള്ള എല്ലാം ഉണ്ട്. അനാവശ്യത്തിനോ അത്യാഗ്രഹത്തിനോ ഉള്ളത് യാതൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞതും കൂടി ഞാൻ ഇവിടെ കൂട്ടി വായിക്കുകയാണ്. കാരണം ഉയരമെത്തിയെന്നാകിലും ഭൂമിയിൽ ഉമ്മ വെച്ചു പറക്കുന്ന കൂട്ടരെ, കിളികളെ മലനാടിൻ ദുരിതങ്ങൾ അറിയുമെങ്കിലും കൈവിട്ടു പോകരുത് നിങ്ങൾ എന്ന് നമ്മൾ പറയുകയാണ്. എന്ത് പറഞ്ഞാലും വിവാദമാണ് ഇന്ന് ഈ ലോകത്ത്. ആരെന്ത് പറഞ്ഞാലും ശരിയാണ്. ഇന്ന് എറണാകുളം നഗരത്തിൽ എന്തൊക്കെയോ നടക്കാൻ പോകുന്ന ആളുകൾ കൗതുകപൂർവ്വം കാത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് നമുക്ക് അറിയില്ല എന്തൊക്കെയാണെന്ന്. എല്ലാം നല്ലതിനാവട്ടെ, എല്ലാം നല്ലതാവട്ടെ, ചർച്ചകൾ വരട്ടെ, സംവാദങ്ങൾ. പക്ഷേ അതിന്റെ ഇടയിൽ 2-3 കുത്തുകളും കൂടി കിടക്കുന്ന ഒരു കോമയുമുണ്ട്. ഈ കുത്തുകൾ പൂരിപ്പിക്കേണ്ട ബാധ്യത നമുക്കാണ്, സമൂഹത്തിലുള്ളവർക്കാണ്. ഈ മൗനം ദീക്ഷിക്കേണ്ടത് നമ്മളാണ്, ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മളാണ്, ചോദ്യം ചോദിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശക്തി സൗന്ദര്യങ്ങളെയും അതിന്റെ ആഴത്തിലും പരപ്പിലും അവതരിപ്പിക്കാനുള്ള ശേഷിയുള്ള കവികൾ നമുക്കുണ്ടായിരിക്കണം. ശ്രീ ഫിലിപ്പോസ് തത്തമ്പള്ളി അങ്ങനെ കഴിവുള്ള ഒരു കവിയാണ്. അദ്ദേഹത്തിന് ഒരുപാട് സഞ്ചരിക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ കാവ്യലോകത്ത് ഒരുപാട് സഞ്ചരിക്കാനുണ്ട്. പ്രണയനിറമുള്ള കൂട്ടുകാരൻ എന്ന് പറയുന്ന മനോഹരമായ കവിത മലയാളത്തിൽ അദ്ദേഹം എഴുതി. ആ കവിത ഇത് തെങ്ങിനെ പറ്റി പറയുന്നുണ്ട്, മഴയെപ്പറ്റി പറയുന്നുണ്ട്, കൂരിരുട്ടിന്റെ നെറ്റിയിൽ ചുംബിച്ച പുഷ്പത്തെ പറ്റി പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഭാര്യയെ പറ്റി പറയുന്നുണ്ട്, വെള്ളെഴുത്തിനെ പറ്റി പറയുന്നുണ്ട്, ചിക്കൻ ബോക്സിനെ പറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത ഭാവങ്ങളെയും പ്രതിപാദിക്കുന്ന മനോഹരമായ വരികളാൽ അലങ്കൃതമായ കൃതിയാണ് ഈ പ്രണയ നിറമുള്ള കൂട്ടുകാരൻ. മാത്രമല്ല CD-യുടെ അംശത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഉണ്ട്. വാർധയിൽ മഹാരാഷ്ട്രയിലെ വാർധ ആശ്രമത്തിൽ
അദ്ദേഹം ഒരിക്കൽ ഗാന്ധിയുടെ ആശ്രമത്തിൽ നിന്ന് ഇങ്ങനെ കവിത ചൊല്ലുന്ന സമയത്ത് അന്യനാട്ടിലുള്ള ആളുകൾ വന്നിട്ട് അദ്ദേഹത്തിന്റെ കവിത ആലപിക്കുന്ന ആ ഒരു സവിശേഷത കണ്ടിട്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും ഒപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി താല്പര്യം കാണിക്കുകയും ചെയ്ത ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ഞാനിത് എന്തിനാണ് ഇത് പറയുന്നത്? ഇത് ഒരാള് നമ്മുടെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാന്ന് സാധാരണ പറയും. പക്ഷെ അദ്ദേഹത്തിന് നിങ്ങൾ കൊടുക്കുന്ന അംഗീകാരത്തെ ആദരവിനെയും ഞാൻ അങ്ങേയറ്റം ആദരിക്കുന്നു, അനുമോദിക്കുന്നു. ഒപ്പം തന്നെ ഞാൻ പറയുന്നത്, കാരണം കവിതകൾക്ക്, സാഹിത്യത്തിന് പൊതുവെ സ്വീകാര്യത കുറഞ്ഞു വരുന്ന ഒരു ലോകമാണ്. അത് എന്തുകൊണ്ടാണെന്നറിയില്ല, ഇന്റർനെറ്റിന്റെ ലോകത്തിലായിരിക്കും നമ്മൾ സഞ്ചരിക്കുക. കാരണം ഭാഷ വത്തായം വാജി, ഭാഷ കുറഞ്ഞേ വരുന്നു, അക്ഷരങ്ങൾ കുറഞ്ഞേ വരുന്നു. മൊബൈലില് ഒരു കുട്ടി അയക്കുകയാണ്, ഹൗ ആർ യു, HWR, ഒരു സിംഗിൾ R, പിന്നെ ഒരു U, ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഇത്ര മാത്രമേ ഉള്ളൂ. ഹൗ ആർ യു, ആശയം മനസ്സിലായി. ഈ ആള് എങ്ങനെയാണ് ഭാഷയെ പ്രോത്സാഹിപ്പിക്കുക? ഭാഷയെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ ഭാഷ ഉപയോഗിക്കണം, ഭാഷയിലെ ഗ്രാമർ വ്യക്തമായി ഉപയോഗിക്കണം, ഉന്നത സ്ഥാനത്ത് ഇതിനെ പ്രദർശിക്കണം, അക്ഷരങ്ങൾ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് ശ്രേഷ്ഠ പദവിയിലേക്ക് ഭാഷ എത്തുക. അല്ലാതെ കുറെ പൈസ വാങ്ങിയത് കൊണ്ട് മാത്രം ശ്രേഷ്ഠ ഭാഷ ഉണ്ടാവില്ല. ഉപയോഗിക്കും തോറും ഉപയോഗിക്കണം എന്ന് കൂടുതൽ തോന്നിപ്പിക്കുന്നതാണ് അക്ഷരം. ഈ അക്ഷരത്തിൽ നിന്ന് അതിന്റെ അർത്ഥത്തിലേക്കുള്ള യാത്രയാണ് ഭാഷ എന്ന് പറയുന്നത്. അങ്ങനെ വിവർത്തനത്തിന്റെ കൃതിയാണ് ഇവിടെ വളരെ മനോഹരമായിട്ട് ഇറങ്ങാൻ പോകുന്നത്. ഈ കൃതിക്ക് വിജയം ഉണ്ടാവും. കാരണം ഇത് ജീവവായു കൊണ്ട് എഴുതിയ കൃതിയാണ്. മൗലിക കൃതിയിൽ നിന്ന് വിവർത്തനത്തിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ അംശങ്ങൾ ചോർന്നു പോകാം. പക്ഷെ നല്ല ഒരു വിവർത്തകന് വേണ്ട യോഗ്യത, ആ വിവർത്തകന്റെ അംശം അതിൽ കടന്നു വരാതെ എന്നാൽ മൂലകൃതിയോട് നീതി പുലർത്തുകയും മൂലകൃതിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ സാരാംശം ചോർന്നു പോകാതെ ഇരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ വിവർത്തനത്തെ പറ്റി ഞാൻ ഒരു വാക്ക് മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരു മുമ്പ് മദ്രാസില് ഒരു പാലമുണ്ട്. ആ പാലത്തിന്റെ പേര് ഹാമിൽട്ടൺസ് ബ്രിഡ്ജ് എന്നാണ്. ഹാമിൽട്ടൺസ് ബ്രിഡ്ജ്. അത് വിവർത്തനം ചെയ്തു. ആ കാര്യം വിവർത്തനം ചെയ്ത സമയത്ത് ഹാമിൽട്ടൺ എന്ന് പറഞ്ഞ ആളുകൾക്ക് മനസ്സിലായില്ല. ഒരാളോട് ചോദിച്ചു, എന്തായിരുന്നു ട്രാൻസ്ലേറ്റ് ചെയ്യാനൊരു ഉപകരണം വേണം. ഹാമിൽട്ടൺ എന്ന് പറഞ്ഞാൽ അമ്പട്ട എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ട്. അമ്പട്ട എന്ന് പറഞ്ഞാൽ ബാർബർ എന്നാണ് സാധാരണ. അപ്പൊ ബാർബേഴ്സ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കൊടുത്തു. അയാൾ ആ പുസ്തകത്തിൽ ആ ബാർബേഴ്സ് ബ്രിഡ്ജ് എന്ന് എഴുതി. ബാർബേഴ്സ് ബ്രിഡ്ജ് എന്ന് എഴുതിയത് എവിടുന്ന് വന്നാൽ അറിയാം. ഹാമിൽട്ടൺ ബ്രിഡ്ജും ബാർബേഴ്സ് ബ്രിഡ്ജും തമ്മിൽ എന്താണ്? അങ്ങനെ അമ്പട്ടാൻ പാലം എന്നുള്ളത് ബാർബേഴ്സ് ബ്രിഡ്ജായി മാറി. ടോൾസ്റ്റോയ് ഹാസ് ലേൺഡ് റൈഡിംഗ് ആൻഡ് ഫെൻസിംഗ്. നോക്കുക, ടോൾസ്റ്റോയ് ഹാസ് ലേൺഡ് റൈഡിംഗ് ആൻഡ് ഫെൻസിംഗ്. ടോൾസ്റ്റോയ് കുതിര സവാരി പഠിച്ചിരുന്നു, ഫെൻസിംഗ് പഠിച്ചിരുന്നു എന്നാണ് ഒരാൾ പറഞ്ഞ. ട്രാൻസ്ലേഷന്റെ ഞാൻ പറഞ്ഞത്. ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ വിവർത്തനം തെറ്റായ ദിശ സ്വീകരിക്കുന്ന ഇതാണ് ഞാൻ പറയുന്നത്. എന്താ പറയുന്നത് അറിയാം? ടോൾസ്റ്റോയ് കുതിര സവാരിയും വേലികെട്ടലും പഠിച്ചിരുന്നു എന്നാണ്. ടോൾസ്റ്റോയുടെ നാട്ടിൽ വേലി ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഫെൻസിംഗ് എന്ന് പറഞ്ഞ കളരിപ്പയറ്റാണ് എന്ന് ഈ വിവർത്തനം ചെയ്യാൻ പറഞ്ഞു കൊടുത്ത ആള് പരാജയപ്പെട്ടു. അങ്ങനെ വിവർത്തകന്റെ പക്ഷം ഒരിക്കലും വിജയിക്കാത്തതായി പോയി. നെല്ലൂരിൽ, ആന്ധ്രാപ്രദേശിൽ നെല്ലൂരിൽ കവിതയെല്ലാം പോയിട്ടുണ്ട് അദ്ദേഹം. നെല്ലൂരിൽ ഞാൻ എന്റെ ഒരു അനുഭവം പറയട്ടെ. തിരുട്ട് ഗ്രാമം എന്നാണ് നെല്ലൂരിനെ പറ്റി പല ആൾക്കാരും പറയുന്നുണ്ടെങ്കിലും അവിടെ ഒരു ദിവസം ഉച്ച കഴിഞ്ഞിട്ട് 2 മണിക്കുള്ള ഒരു ഇന്റർനാഷണൽ കവിയരങ്ങിൽ സംസാരിച്ച് പ്ലാസ്റ്റിക് കസേരയിൽ ഇരിക്കുന്ന സമയത്ത് 2 മണിക്ക് ഒരാൾ വന്ന് എന്റെ അടുത്ത് ചോദിച്ചു, സംബഡി ഈസ് വെയിറ്റിംഗ് ഔട്ട്സൈഡ് ഫോർ യു. ഞാൻ ഇവിടെ ആരാണ് എന്നെ അന്വേഷിച്ച് വരാൻ? ഞാൻ അതിശയപ്പെട്ടു. ഒരു മെലിഞ്ഞ ആള് എന്റെ അടുത്ത് വന്നു. ഐ ആം പ്രൊഫസർ വിക്ടർ ഹരികൽ ഫ്രം ശ്രീനാരായണ എഞ്ചിനീയറിംഗ് കോളേജ്. ഐ വാണ്ട് ടു സീ യു. എന്താണ് സർ? ഐ ഹാവ് റെഡ് യുവർ പോയംസ്. I don't know whether it is written in Malayalam or English, but I have the opportunity to read it. എന്താണ് അത് വായിച്ചിട്ട് എന്താ മനസ്സിലായത്? അപ്പൊ കാണണമെന്ന് തോന്നി. എന്താണ് കാരണം? ഇതാണ് കവിത. Without knowing the laws of the teeth in the front row, Miss Shiny is still laughing and imitating others. Without knowing the laws of the teeth in the front row, Miss Shiny is still laughing and imitating others. അതിനൊരു മലയാളം എനിക്ക് ആദ്യമേ ഉണ്ട്, പിന്നെയാണ് അതിന് ഇംഗ്ലീഷിൽ വന്നത്. മുൻവരിയിലെ പല്ല് പൊയ്പോയതറിയാതെ 1ാം ക്ലാസ്സിലെ തങ്ക പിന്നെയും ചിരിക്കുന്നു എന്നാണ്. മുൻവരിയിലെ പല്ല്, നമ്മുടെ നഷ്ടപ്പെട്ട സംസ്കാരം എന്നാണ് അതിന്റെ പേര് മലയാളത്തില്. ലോസ്റ്റ് കൾച്ചർ എന്നാണ് അതിന്റെ ഇംഗ്ലീഷിലുള്ള പേര്. ഈ തങ്ക എന്ന് ഉള്ള പേര് ഞാൻ പറഞ്ഞാൽ
അന്യ നാട്ടുകാർക്ക് അറിഞ്ഞോണമെന്നില്ല. ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്നവർക്ക് തങ്ക ആരാന്ന് അറിയില്ല. അവിടെ ഉപയോഗിച്ച പേര് ഷൈനി എന്നാണ്. ഷൈനി എന്നാവുമ്പോൾ ആളുകൾക്ക് അറിയാം അതൊരു പേരാണ്. അങ്ങനെ വിവർത്തകന് വേണ്ടത് എന്താണ്, ആ യോഗ്യത എന്താണെന്ന് വെച്ചാൽ അത് വേണ്ടത് പോലെ ഉപയോഗിച്ചിരിക്കുന്നു ഇവിടെ എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. അങ്ങനെ വിവർത്തനത്തിന്റെ ആ അക്ഷരാഭ്യാസം ശരിക്കും നേടിയ ഡോക്ടർ സന്തോഷ് അലക്സ് ഈ പ്രക്രിയ വളരെ സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം പൂർത്തീകരിച്ചിരിക്കുന്നു. ഞാൻ ഇവിടെ ഈ അക്ഷര കളരി എന്ന് ഞാൻ പറയുന്നില്ല. ഈ കവിത കഥ ഒക്കെ അവതരിപ്പിക്കുന്ന ഈ മഹനീയ സാന്നിധ്യം കൊണ്ട് അലങ്കൃതമായ ഈ ഒരു വേളയിൽ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇവിടെ നിങ്ങളുടെയൊക്കെ സാന്നിധ്യം തന്നെയാണ് ഇതിനെ മഹത്തരമാക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കാനുണ്ട്, ആളുകൾക്ക് സംസാരിക്കാനും ഉണ്ട്. ഞാൻ ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ, അക്ഷരങ്ങളെ അളവറ്റ് സ്നേഹിക്കുക. നമുക്ക് ദേഷ്യപ്പെടാൻ ഈ ഭാഷയേ ഉള്ളൂ, നമുക്ക് സന്തോഷിക്കാൻ ഇതേ ഉള്ളൂ, ദുഃഖം വന്നാൽ പങ്കിടാൻ ഇതേ ഉള്ളൂ. ഉറക്കെ മലർന്നു കിടന്നൊന്ന് കരയാൻ മാതൃഭാഷയാണ് നമ്മളെ സഹായിക്കുക. അവിടെയാണ് മറ്റുള്ളതൊക്കെ ധാത്രിമാരാകുന്നതും മർത്തേന് പെറ്റമ്മ തൻ ഭാഷയായി മാറുന്നതും. അതുകൊണ്ട് മക്കളോട്, കുട്ടികളോട് ഇവിടെ ഉണ്ടല്ലോ, അവരോട് എനിക്ക് പറയാനുള്ളതാണ്, അമ്മയെന്നല്ലോ നമ്മൾ ആദ്യമായി കൊഞ്ചിയിടുന്നു, അമ്മ തൻ കൈയാണല്ലോ ആട്ടുന്നത് ഊഞ്ഞാലിന്മേൽ, കരയാൻ തുടങ്ങുമ്പോൾ ഓടിവന്ന് അടുത്തെത്തും അമൃതാം അമ്മിഞ്ഞപ്പാൽ ഉണ്ടു നാം വളരുന്നു. കരയിപ്പിക്കാനുള്ള മക്കളായി മാറാതെ നാം ഇരവും പകലും ശ്രദ്ധിച്ചിടുകിൽ എല്ലാമായി. അങ്ങനെ എല്ലാ നന്മകളും മനസ്സിലേക്ക് ആവാഹിക്കാൻ കഴിയുന്ന അക്ഷരങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും കൂട്ടായിട്ടുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് വെളിച്ചമുള്ളിൽ കടക്കുവാനായി എടുത്തുവെക്കാം എല്ലാം ഞാൻ, എളുപ്പം ഓരോന്നൊരുക്കി വയ്ക്കാം നമുക്ക് ചുറ്റും കാണാനായി എന്ന പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ പരിപാടിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ തുടക്കം എന്ന നിലയ്ക്ക് കഥാ കാവ്യസംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് സന്തോഷപൂർവ്വം വിനയപൂർവ്വം എല്ലാവരെയും സാക്ഷി നിർത്തി ഞാൻ അറിയിക്കുന്നു. നിങ്ങൾക്ക് നന്മ വരട്ടെ, അക്ഷരങ്ങൾക്ക് വളർച്ചയുണ്ടാവട്ടെ, എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. ഒരു പ്രധാന അറിയിപ്പ്. ഇന്നിവിടെ നടക്കുന്ന ഈ പരിപാടി ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും തത്സമയം കാണാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. www.alapnews.tv എന്ന വെബ്സൈറ്റിലൂടെയാണ് തത്സമയ സംപ്രേഷണം നടത്തുന്നത്. ഒരിക്കൽ കൂടി അതിന്റെ അഡ്രസ്സായ www